PSC നിയമനത്തിന് CPM യുവനേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണവുമായി പോലീസ്. പരാതിക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. കേസ് എടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ആരോപണ വിധേയനായ യുവനേതാവിനെതിരെ പാർട്ടിയിൽ നടപടിക്ക് നീക്കം തുടങ്ങി. നിർണായക തീരുമാനത്തിനായി ജില്ലാ സെക്രട്ടേറിയറ്റ് ഉടൻ ചേരും. എന്നാൽ വിഷയത്തിൽ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നുമാണ് CPM ജില്ലാ സെക്രട്ടറി P. മോഹന്റെ പ്രതികരണം. സിനോജ് തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സിനോജ് തോമസ്, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പരാതിക്കാർക്ക് ഒരു പരാതിയുമില്ല. കോഴ വാങ്ങി എന്ന് പറയപ്പെടുന്ന നേതാവിനെതിരെ അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുമില്ല എന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം. പക്ഷേ പാർട്ടി ഇക്കാര്യം അന്വേഷണ കമ്മീഷനെ വെച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോവുക? ഈ കേസിൽ പരാതിയില്ലെങ്കിൽ ഈ അന്വേഷണം ഇവിടെ വെച്ച് നിലയ്ക്കുമോ? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് സിനോജ് തോമസ്? ഡോക്ടർ അരുൺകുമാർ, അതായത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നതെന്ന് സംശയമുണ്ട്. കാരണം അതുകൊണ്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇത് മാധ്യമ സൃഷ്ടിയാണ്, ഇങ്ങനൊരു പരാതി പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണെന്ന് സംശയിക്കണം. കാരണം ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് ഉൾപ്പെടെ പ്രതികരിച്ച സമയത്ത് ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അതായത് ഈ പരാതിയെ തള്ളിക്കളഞ്ഞിട്ടില്ല, മാധ്യമ വാർത്തയാണെന്ന് പറഞ്ഞിട്ടില്ല. ആകെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് മന്ത്രി റിയാസിനെതിരെ വന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, മന്ത്രിക്കെതിരെ അന്വേഷണം ഉണ്ടാവില്ലെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. മന്ത്രി PM മുഹമ്മദ് റിയാസും അത് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. കാരണം മന്ത്രി റിയാസ് തന്നെ പാർട്ടിക്ക് പരാതി കൊടുത്തിരുന്നു. തൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പണം പിരിച്ച സംശയമുണ്ടെന്ന രീതിയിൽ പരാതി കൊടുത്തെന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞപ്പോഴും ഈ പരാതി തള്ളിക്കളഞ്ഞിട്ടില്ല. ചില തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട് നാട്ടിൽ, അതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനുശേഷം ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കോഴിക്കോട്ടെ CPM നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം നടക്കാൻ വേണ്ടി പോകുന്നത്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും. ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം ഈ വിവാദം ഉൾപ്പെടുന്ന കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗവും ഇതിന് പിന്നാലെ നടക്കും. ആ യോഗത്തിൽ ഈ തീരുമാനം റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗമായിരിക്കും ഏരിയ കമ്മിറ്റി യോഗമെന്ന് അറിയുന്നു. മാസങ്ങൾക്ക് മുൻപ് പാർട്ടി കിട്ടിയ പരാതിയാണ്. പക്ഷേ ജില്ലാ സെക്രട്ടറി അത് പരസ്യമായി സമ്മതിക്കുന്നില്ല. പരാതി കിട്ടിയിട്ടില്ല, അത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് അദ്ദേഹം പറയുമ്പോഴും പാർട്ടിക്കുള്ളിലെ നേതാക്കൾ ക്യാമറയ്ക്ക് മുൻപിൽ വരാതെ തന്നെ ഇത് സമ്മതിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു പരാതി വന്നിരുന്നു, പാർട്ടി കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചിരുന്നു. 3 ശബ്ദ സന്ദേശം ഉണ്ടായിരുന്നു. അതിൽ ഈ മന്ത്രിയുടെ ഒപ്പം തന്നെ കോഴിക്കോട് നിന്നുള്ള ഒരു യുവ MLA പേര് പറഞ്ഞിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പാർട്ടിക്കുള്ളിൽ ഇത് പരിഹരിച്ചാലും, നടപടി എടുത്തോ അല്ലെങ്കിൽ എടുക്കാതെയോ പരിഹരിച്ചാലും അത് മറുഭാഗത്തിന് തൃപ്തികരമല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ശബ്ദ സന്ദേശം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. അതുകൊണ്ട് ഒരു തന്ത്രപൂർവമായ ഒരു നിലപാട് കൂടി CPM ജില്ലാ നേതൃത്വം ചിലപ്പോൾ സ്വീകരിച്ചേക്കും. ഈ നടപടി എടുക്കുന്ന അതിനുവേണ്ടിയാണ് ഇന്ന് ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ആ യോഗം നിർണായകമാണ്. ആ യോഗത്തിലായിരിക്കും ഈ നിർണായക തീരുമാനമെടുക്കുക. ആ തീരുമാനമായിരിക്കും ഏരിയ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുക. അതായത് ഈ ആരോപണ വിധേയനായ ആൾ ഇപ്പോഴും ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ പലവട്ടം ബന്ധപ്പെട്ടതാണ്, സമയമായിട്ടില്ല പറയാമെന്ന് പറയുന്നു. അല്ലാതെ ചോദിക്കുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹം കാര്യങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഈ ഡോക്ടറെ പോലും അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാൻ അവരും ഇതുവരെ തയ്യാറായിട്ടില്ല. ഏതായാലും നടപടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭാഗത്ത് മാത്രമായി നടപടി വന്നാൽ ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ദമ്പതികൾ ഈ ആരോപണം ശക്തമായി നിഷേധിക്കുകയാണോ ചെയ്യുന്നത്? അവരല്ല, അതിലിപ്പോൾ പരാതിയില്ല എന്ന നിലപാടാണോ സിനോജ് ഈ ഡോക്ടർ ദമ്പതികൾ എടുത്തിരിക്കുന്നത്? അവർ പറയുന്നതും ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല, ഈ വിഷയത്തിൽ സംസാരിക്കാനില്ല എന്നൊരു നിലപാട് മാത്രമാണ് അവരും സ്വീകരിക്കുന്നത്. അതായത് അവരും പാർട്ടി അനുഭാവി കുടുംബമാണ്, അങ്ങനെയാണ് ഈ പണം ഇവർക്ക് കൈമാറുന്നത്. പക്ഷേ നഷ്ടമായ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരാതികളൊക്കെ തന്നെ മുന്നോട്ട് വരുന്നത്. നിലവിൽ ഇത് 2-3 ദിവസമായി കേരളത്തിൽ സജീവ ചർച്ചയായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുകയും ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ആ സമയത്ത് നടന്ന കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ പരാതി പോലീസിന് നൽകാനോ ഇവർ തയ്യാറായിട്ടില്ല. മറ്റാരും ഈ പാർട്ടിക്ക് പുറത്തുനിന്ന്, അതായത് പ്രതിപക്ഷ സംഘടനകളോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയോ ആരും പോലീസിൽ പരാതിയും ഇതുവരെ നൽകിയിട്ടില്ല. അതുകൊണ്ട് പോലീസ് FIR ഇട്ട് ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ പോലീസിന് അന്വേഷിക്കാൻ വേണ്ടി വിവാദം ഒടുങ്ങാൻ പോകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും അത് വാർത്തയായി കഴിഞ്ഞപ്പോൾ ഒരു വിഭാഗം ആളുകൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ടാണല്ലോ ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. ആ വാർത്ത നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ആ വാർത്ത നിഷേധിക്കുന്നുണ്ട്. അതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി P. മോഹനൻ പ്രതികരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നേരത്തെ